അങ്ങനെ ഗോമതിയും കൊച്ചുകളും അവിടെ കണ്ട ആ കുടിലിനരികിലേക്ക് നടന്നു. അവർ ആ വാതിലിൽ തട്ടി. എന്നാൽ അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവർ വീണ്ടും ആ വാതിലിൽ മുട്ടിനോക്കി. അപ്പോൾ അകത്തു നിന്നും ഒരു നേരിയ ശബ്ദം അവർ കേട്ടു. ആരാ? അകത്തേക്ക് കയറി വാ. അതൊരു വൃദ്ധൻ്റെ ശബ്ദമായിരുന്നു. ഇരുവരും മുഖാമുഖം നോക്കിയിട്ട് മെല്ലെ അകത്തേക്ക് കയറി. അകത്ത് ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അവിടെ ആരെയും കണ്ടില്ല. ഒട്ടും വൈകാതെ അവിടുത്തെ ഒരു മുറിയിൽ നിന്നും വീണ്ടും ആ വൃദ്ധൻ്റെ ശബ്ദമുയർന്നു. ആരാ വന്നത്? ആരായാലും എനിക്ക് അല്പം ദാഹജലം നൽകുക. അവർ ആ ശബ്ദം കേട്ട മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരു വൃദ്ധൻ കട്ടിലിൽ തളർന്നു കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അയാൾക്ക് തീരെ വയ്യായിരുന്നു. പെട്ടെന്ന് തന്നെ ഗോമതി അവിടുത്തെ അടുക്കളയിലേക്ക് പോയി. അവിടെ കുറേ നാളുകളായിട്ട് പാചകമോ പരിപാലനമോ ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണവും അവൾ കണ്ടില്ല. അവിടെ കണ്ട ഒരു കൂജയിൽ അല്പം വെള്ളമുണ്ടായിരുന്നു. അവൾ ആ വെള്ളമെടുത്ത് ആ വൃദ്ധൻ്റെ വായിലേക്ക് പകർന്നു നൽകി. അല്പം ദാഹജലം ലഭിച്ച ആശ്വാസത്തിലും സന്തോഷത്തിലും ആ വൃദ്ധൻ ഇരുവരെയും സ്നേഹത്തോടെ തലോടി. ശേഷം അയാൾ ഇരുവരോടും ആ ഗ്രാമത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി ചോദിച്ചു. അയാളുടെ സ്നേഹത്തോടെ ഉള്ള ഇടപെടൽ കണ്ടിട്ട് അവർക്ക് കള്ളം പറയാൻ തോന്നിയില്ല. അങ്ങനെ അവർ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആ വൃദ്ധനോട് പറഞ്ഞു. ഇത് കേട്ട ആ വൃദ്ധൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. മറ്റുള്ളവർ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല. ഇത് കേട്ട ഗോമതിയുടെയും കൊച്ചുകിളുവിൻ്റെയും മുഖം തെളിഞ്ഞു. ആ വൃദ്ധൻ തൻ്റെ സംസാരം തുടർന്നു. എനിക്ക് തോന്നുന്നത് കാലങ്ങളായി മരണം കാത്തു കിടക്കുന്ന ഈ വൃദ്ധന് മോക്ഷം നൽകാനായി വനദേവത തന്നെ നിങ്ങളെ ഇവിടേക്ക് അയച്ചതാകും എന്നാണ്. അങ്ങനെ ഒടുവിൽ എൻ്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. എന്നാൽ വൃദ്ധൻ പറയുന്ന കാര്യങ്ങൾ ഗോമതിക്കും കൊച്ചുകിളുവിനും തെല്ലും മനസ്സിലായില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്നും മോചനം തേടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അതുതന്നെയാണ് എൻ്റെ മോക്ഷത്തിലേക്കുള്ള വഴിയും. വെൽക്കം ടു ഫൈൻ സ്റ്റോറി. ആ വൃദ്ധൻ അവർക്ക് ആ ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ഇരുവരും ഏറെ ശ്രദ്ധയോടെ ആ കഥ കേട്ടിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം വിജനമായിരുന്നു. പണ്ടെന്നോ ആദിവാസികൾ ആരാധിച്ചിരുന്ന ഒരു വനദേവതയുടെ കൽപ്രതിമയും അതിനു മുന്നിലെ ചെറിയ കൽവിളക്കും മാത്രമായിരുന്നു അന്ന് ഇവിടെ അവശേഷിച്ചിരുന്നത്. അങ്ങനെ ഒരു നാൾ ദൂരെ നിന്നും എത്തിയ ഒരു രാജാവ് ഇവിടെ എത്തി ഇവിടുത്തെ കാടൊക്കെ തെളിച്ച് വനദേവതയുടെ കൽരൂപത്തിന് മുന്നിൽ വിളക്ക് വെച്ചു. രാജാവിൻ്റെ ഈ പ്രവൃത്തിയിൽ പ്രസന്നയായ ദേവി രാജാവിൻ്റെ ആഗ്രഹം സാധിച്ചു നൽകി. ഒരിക്കലും തോൽപ്പിക്കാനാകില്ല എന്ന് കരുതിയ ഒരു വലിയ പടയെ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വനദേവത രാജാവിന് സഹായം നൽകി. രാജാവിനൊപ്പം അദൃശ്യയായി വനദേവതയും യുദ്ധം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. തീയായും കാറ്റായും ഇടിമിന്നലായും എതിരാളികൾക്ക് നേരെ വനദേവതാ ശക്തി ആഞ്ഞടിച്ചു അത്രേ. അങ്ങനെ ആ രാജാവ് അസാധാരണമായി ആ യുദ്ധത്തിൽ വിജയം കണ്ടെത്തി. എന്നാൽ യുദ്ധം വിജയിച്ച രാജാവ് തന്നെ സഹായിച്ച വനദേവതയെ മറന്നു. പിന്നീട് ഇവിടെ വരികയോ വിളക്ക് തെളിക്കുകയോ ചെയ്യാൻ രാജാവ് ഓർത്തില്ല. ഇതിൽ കോപാകുലയായ ദേവി ആ രാജ്യത്ത് ഒരു മഹാപ്രളയം സൃഷ്ടിച്ചു. അങ്ങനെ പ്രളയത്തിൽ നിന്ന് തൻ്റെ നാടിനെ രക്ഷിക്കാനായി രാജാവ് വീണ്ടും വനദേവതയുടെ അരികിലെത്തി വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും വനദേവത ആ പ്രാർത്ഥന കേട്ടു. പ്രളയം മാറി നാട്ടിൽ വീണ്ടും സമാധാനാന്തരീക്ഷം വന്നു. പക്ഷേ അപ്പോഴും രാജാവ് തൻ്റെ തെറ്റ് ആവർത്തിച്ചു. ഇക്കുറി വനദേവതയുടെ കോപം ഒരു വരൾച്ചയുടെ രൂപത്തിലാണ് ആ നാടിനെ ബാധിച്ചത്. അപ്പോഴും സഹായത്തിനായി രാജാവ് വനദേവതയുടെ അരികിൽ തന്നെ വന്നു. വിളക്ക് തെളിച്ച് രാജാവ് തൻ്റെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴും രാജാവിനെ ദേവി കൈവിട്ടില്ല. ആ നാട്ടിൽ നിന്നും വരൾച്ചയും വഴിമാറി. ദേവിയുടെ ശാപമാണ് തൻ്റെ രാജ്യത്തെ ബാധിക്കുന്നതെന്നും അത് രാജാവിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണെന്നും തിരിച്ചറിയാൻ കഴിയാഞ്ഞ രാജാവ് വീണ്ടും വനദേവതയെ മറന്നു. പിന്നീട് ഒരിക്കലും രാജാവ് വനദേവതയ്ക്ക് വിളക്ക് വെക്കാനായി എത്തിയില്ല. തന്നെ കേവലം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രാജാവിനോടും ആ നാടിനോടും ദേവിക്ക് കോപം തോന്നി. ഇക്കുറി ആ നാടിനെ ബാധിച്ചത് ഒരു മഹാമാരിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ വ്യാധി പിടിച്ച് മരിച്ചു.
ഒടുവിൽ രാജാവിൻ്റെ ജീവൻ എടുക്കും വരെയും ആ മഹാമാരി ആ നാടിനെ വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. രാജാവിൻ്റെ മരണശേഷം വിരലിൽ എണ്ണാവുന്നത്ര ജനങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിച്ചത്. അവരാരും പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. ഒരു ഭയത്തോടെ മാത്രമേ അവർ വനദേവതയെ കണ്ടിട്ടുള്ളൂ. അനുഗ്രഹത്തോടൊപ്പം ശാപം നൽകുന്ന ഒരു ശക്തി, അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വനദേവത. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മാത്രം വനദേവതയെ സമീപിച്ചവർക്കെല്ലാം ദേവി ശിക്ഷ നൽകി. എന്നാൽ വനദേവതയെ കണ്ട് വരസിദ്ധി നേടി വനദേവത കുടികൊള്ളുന്ന ഈ മണ്ണിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചവർക്കെല്ലാം ഇന്നും ഇവിടെ സർവ്വ ഐശ്വര്യങ്ങളുടെയും കഴിയാൻ സാധിക്കുന്നു. ആ ഐശ്വര്യമാണ് ഈ ഗ്രാമത്തിൻ്റെ ആത്മാവ്. വനദേവത കുടികൊള്ളുന്ന ഈ മണ്ണിൽ പാർക്കാൻ കഴിയുന്നതിലും വലിയ വരം വേറെ എന്താണ്? നിങ്ങളും ഈ മണ്ണിൽ കഴിയുക, അതാണ് നിങ്ങൾക്കുള്ള മോക്ഷമാർഗം. ഏറെ സ്നേഹത്തോടെ ആ വൃദ്ധൻ അവരോട് പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ ഇരുവരും മുഖാമുഖം നോക്കി. ശേഷം ആ വൃദ്ധനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ താമസിച്ചാൽ മതിയോ? ദേവി ഞങ്ങളോട് ക്ഷമിക്കുമോ? ഒന്ന് ചിരിച്ചിട്ട് വൃദ്ധൻ മറുപടി നൽകി, പോരാ. ആദ്യം നിങ്ങൾ വനദേവതയുടെ അരികിൽ പോയി ആ വിളക്ക് തെളിച്ച് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദേവിയോട് ക്ഷമാപണം നടത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ശാപവിമുക്തരാകുകയുള്ളൂ. ഇത് കേട്ട ശേഷം കൊച്ചുകേളു ആ വൃദ്ധനോട് ചോദിച്ചു, ഞങ്ങൾ ശാപത്തിനിരയാകും മുമ്പേ ഇവിടേക്ക് തിരിച്ചെത്തിയല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊഴിച്ച് മറ്റാരും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാകാഞ്ഞത്? ഇത് കേട്ടതും ആ വൃദ്ധൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ആഗ്രഹം സാധിച്ച ശേഷം ഈ ഗ്രാമം വിട്ടു പോയപ്പോൾ തന്നെ നിങ്ങൾ ശാപം നേടിക്കഴിഞ്ഞിരുന്നു. ഇനി നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാത്രമേ എല്ലാവരും കാണൂ. മടങ്ങിപ്പോയി ശാപമോക്ഷം നേടി വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഈ ഗ്രാമത്തിൻ്റെ ഭാഗമാകും. നാളെ പുലർച്ചെ തന്നെ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. പെട്ടെന്ന് ഗോമതി വൃദ്ധനോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞിരുന്നല്ലോ അങ്ങയ്ക്ക് മോക്ഷം നൽകാനാണ് ദേവി ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചതെന്ന്. ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയ്ക്ക് മോക്ഷം നൽകുക? ആ വൃദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ശാപം പേറി വന്ന് നിങ്ങൾക്ക് ശാപമോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു തരാൻ ആരും തയ്യാറായില്ലല്ലോ. അതിനും ഒരു കാരണമുണ്ട്. ഈ മണ്ണിൽ താമസിക്കാനുള്ള തീരുമാനം ഓരോരുത്തരും സ്വയം സ്വീകരിക്കുന്നതാകണമെന്ന് വനദേവത ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശാപമോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്ന പക്ഷം അത് പറഞ്ഞു നൽകുന്ന ആളുടെ ജീവിതം അവസാനിക്കുന്നതായിരിക്കും. അത് ഭയന്നാണ് ആരും നിങ്ങളെ സഹായിക്കാതിരുന്നത്. ഇത് കേട്ട കൊച്ചുകേളു ചോദിച്ചു, അപ്പോൾ അങ്ങയ്ക്ക് പേടിയില്ലേ? ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് വൃദ്ധൻ മറുപടി നൽകി, മരണം കാത്ത് കാലങ്ങളായി ഈ കട്ടിലിൽ കിടക്കുന്ന ഈ വയസ്സിന് ഇത് മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ നാളെ തന്നെ പുലർച്ചെ ഇവിടുന്ന് പുറപ്പെടുക. പോകുമ്പോൾ ഉമ്മറത്ത് തെക്ക് കിഴക്കേ മൂലയ്ക്ക് ചേർന്ന് ഉത്തരത്തിൽ ചേടിയിരിക്കുന്ന ആ റാന്തൽ വിളക്ക് കൂടി എടുത്തുകൊള്ളുക. അത് നിങ്ങൾക്ക് വഴികാട്ടും. അല്പം വിഷമത്തോടെ ഗോമതി മറ്റൊരു കാര്യം ചോദിച്ചു, ഈ ബാല്യാവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ ഈ പാറക്കെട്ടുകൾ താണ്ടി മുകളിലെത്തും? ഒരു പുഞ്ചിരിയോടെ ആ വൃദ്ധൻ മറുപടി നൽകി, നിങ്ങൾ ക്ഷമയോടെ ആ ഗുഹാമുഖത്ത് കാത്തിരിക്കുക. മാർഗം മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. ശാപമോക്ഷം നേടി തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഉപയോഗിക്കാം. ഇനിയുള്ള കാലം ഇത് നിങ്ങളുടേതാണ്. നാളെ ഒരിക്കൽ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തീർച്ചയായും ഇതിന് മറ്റൊരവകാശി വരും. വനദേവത ഇവിടെ അവരെ എത്തിച്ചിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ആ വൃദ്ധൻ മെല്ലെ കണ്ണുകൾ അടയ്ക്കുന്നു. ഗോമതിയും കൊച്ചുകേളുവും കുറച്ചു നേരം ആ വൃദ്ധനെ നോക്കി നിന്നിട്ട് മുറിയിൽ നിന്നും മെല്ലെ പുറത്തേക്ക് നടന്നു. അവർ ഒരിക്കൽ കൂടി ആ വൃദ്ധനെ തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോൾ ആ കട്ടിലിൽ ആ വൃദ്ധൻ ഉണ്ടായിരുന്നില്ല. ഒരു നേരിയ വെളിച്ചം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പരക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അത്ഭുതത്തോടെയും ഒരു വിഷമത്തോടെയും അവർ അവിടെ നോക്കി നിന്നു. എല്ലാം ഒരു മായ പോലെ അവർക്ക് തോന്നി. ഇത് ശരിക്കും ഒരു അത്ഭുത ഗ്രാമം തന്നെയാണ്. ഇവിടെ ഈ മണ്ണിൽ താമസിക്കുക തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അവരുടെ മനസ്സ് മന്ത്രിച്ചു. ഏറെ പ്രതീക്ഷയോടെ അടുത്ത പുലർച്ചയ്ക്കായി അവർ കാത്തിരുന്നു.